കശുവണ്ടി വ്യവസായത്തിനായി സംസ്ഥാന ബജറ്റിൽ സമഗ്ര പുനരുജ്ജീവന പാക്കേജ് ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് മേഖലയിലുള്ളവർ. കശുവണ്ടി തൊഴിലാളികളുടെ വേതന വർധനവടക്കമുള്ള കാര്യത്തിൽ ബജറ്റിൽ വമ്പൻ പ്രഖ്യാപനമുണ്ടെന്നും കരുതുന്നു. പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന കശുവണ്ടി മേഖലയ്ക്ക് ആശ്വാസമാകുന്ന ഒന്നും കേന്ദ്ര ബജറ്റിലുണ്ടായിരുന്നില്ല. കശുവണ്ടി വ്യവസായം പുനരുജ്ജീവിപ്പിക്കുന്നതിനായി 500 കോടി രൂപയാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. 500 തന്നില്ല, 400 ആകട്ടെ അല്ലെങ്കിൽ 300 ആകട്ടെ, എന്തെല്ലാം നോക്കി ബഡ്ജറ്റ് മുഴുവൻ പരിധി കിട്ടും. 5 നയാ പൈസ പോലും കശുവണ്ടിക്ക് തന്നില്ല എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന ആളുകളുടെ നിലപാട് എന്ത് എന്നറിയാൻ ഈ വ്യവസായത്തെ സ്നേഹിക്കുന്ന തൊഴിലാളികൾക്കും ട്രേഡ് യൂണിയനുകൾക്കും അതിയായ ആഗ്രഹമുണ്ട്. വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കാൻ വമ്പൻ പാക്കേജ് അനിവാര്യമായിരിക്കെ സംസ്ഥാന ബജറ്റാണ് ഇനിയുള്ള പ്രതീക്ഷ. സ്വന്തം കാലിൽ നമുക്ക് നിൽക്കണം. അതിന് കൃഷി ഉൾപ്പെടെ പ്രോത്സാഹിപ്പിക്കാൻ നല്ല നിലപാട് തന്നെ സർക്കാർ സ്വീകരിക്കാൻ ഇടയുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. ധനമന്ത്രിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം നേരിട്ട് അറിയാം എന്നുള്ളതുകൊണ്ട് മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയൊക്കെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ട്. ആശ്വാസമായ നടപടികളെ പ്രതീക്ഷിക്കാം. ഇറക്കുമതി ചെയ്യുന്ന തോട്ടണ്ടിക്ക് നികുതി ഏർപ്പെടുത്തിയതും വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന കശുവണ്ടി പരിപ്പിന് ഇളവുകൾ നൽകിയതും മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമായി. മോഡി സർക്കാരാണ് 9.33% കശുവണ്ടിക്ക് ഇറക്കുമതി ടാക്സ് കൊണ്ടുവന്നുകൊണ്ടൊരു നിലപാട് ചെയ്യുന്നത്. പ്രതിഷേധമൊക്കെ വന്നപ്പോൾ അത് 2.33 ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിലും ആ പ്രതിസന്ധിയുടെ ആഘാതത്തെ തുടർന്ന് നൂറുകണക്കിന് ഫാക്ടറികൾ തോട്ടണ്ടിയുടെ വില കൂടിയതിന്റെ പേര് അടച്ചുപൂട്ടപ്പെട്ടു. സംസ്ഥാന ബജറ്റിലെ പ്രതീക്ഷകൾ ഇങ്ങനെ: കശുവണ്ടി ഉത്പാദനത്തിനുള്ള പ്രോത്സാഹന പദ്ധതി, കശുവണ്ടിയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കുള്ള വിപണി, തൊഴിലാളികളുടെ വേതന വർധനവ്, പുനരുജ്ജീവനത്തിനായി സമഗ്ര പാക്കേജ് എന്നിവയെല്ലാം ബജറ്റിലുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. അരുൺ രാജ്, 24 കൊല്ലം.